കോഴിക്കോട് പ്രിയദർശിനി ബസ്സിൽ നിന്നും തെറിച്ചു വീണ വിദ്യാർത്ഥിക്ക് പരിക്ക്. നാദാപുരം TIM സ്കൂളിലെ +1 വിദ്യാർത്ഥി വൈഗയ്ക്കാണ് റോഡിലേക്ക് തെറിച്ചു വീണ് പരിക്കേറ്റത്. കൈവേലിൽ നിന്ന് വടകരയ്ക്ക് പോവുകയായിരുന്ന ബസ്സിൽ നിന്നാണ് കുട്ടി തെറിച്ചു വീണത്. ബെൻസൺ ബാബു നൽകും വിവരങ്ങൾ. ബെൻസൺ, ഇതെപ്പോഴായിരുന്നു ഈ അപകടം? കുട്ടിക്ക് സാരമായ പരിക്കുണ്ടോ? എന്താണ് വിവരങ്ങൾ? അരുണ്യ, രാവിലെ 8 മണിയോട് കൂടിയാണ് ഈ അപകടം ഉണ്ടാകുന്നത്. ഇത് കൈവേലിയിൽ നിന്നും വടകരയിലേക്ക് പോകുന്ന ബസ്സായിരുന്നു, പ്രിയദർശിനി ബസ്സായിരുന്നു. ഈ ബസ്സിൽ നിറയെ ആളുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ കുട്ടി ബസ്സിന്റെ ഡോറിന്റെ സമീപത്തായിരുന്നു ഈ കുട്ടി നിന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ബസ് പോകുന്നതിനിടയിൽ ഈ ഡോറ് അറിയാതെ തുറന്നു പോവുകയും കുട്ടി പുറത്തേക്ക് വീഴുകയുമായിരുന്നു ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. കുട്ടിയുടെ ഇടത് കൈക്ക് പരിക്കേറ്റിട്ടുണ്ട്, അത് കൈക്ക് പൊട്ടലുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആദ്യം ഒരു താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി, പിന്നീട് ഇപ്പോൾ നാദാപുരത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് ഈ കുട്ടിയെ ചികിത്സയ്ക്കായി മാറ്റിയിട്ടുണ്ട്. ഈ ബസ് ജീവനക്കാരുടെ ഭാഗത്തു നിന്നും ഒരു വീഴ്ച ഈ സംഭവത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്നതിലൊരു പരിശോധന നടത്തേണ്ടതുണ്ട് എന്നുള്ളതാണ് വീട്ടുകാരുൾപ്പെടെ ആരോപിക്കുന്നത്. അതിന്റെ പ്രധാന കാരണം ഈ പ്രിയദർശിനി ബസ്സിൽ അളവിലധികമായിട്ടുള്ള ആളുകൾ ഈ ബസ്സിനുള്ളിൽ ഉണ്ടായിരുന്നത് കൊണ്ട് കുട്ടിക്ക് സ്റ്റെപ്പിന്റെ ഭാഗത്ത് നിൽക്കാൻ കഴിഞ്ഞുള്ളൂ എന്നടക്കമുള്ള കാര്യങ്ങളാണ് ആളുകൾ പറയുന്നത്. അപ്പോൾ അതിൽ എന്തെങ്കിലും അത്തരത്തിലുള്ള ഒരു വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ കൃത്യമായിട്ടുള്ള പരിശോധന ഉണ്ടാകണമെന്നും പറയുന്നത്. മാത്രമല്ല, ഈ ഓടിക്കൊണ്ടിരുന്ന ബസ്സിന്റെ ഡോറ് എന്തുകൊണ്ടാണ് പെട്ടെന്ന് അറിയാതെ തുറന്നു പോയത് എങ്ങനെയാണ് എന്ന കാര്യത്തിൽ ഉൾപ്പെടെ പരിശോധന വേണമെന്ന ആവശ്യമാണ് ഈ കുട്ടിയുടെ മാതാപിതാക്കൾ ഉൾപ്പെടെ ഇപ്പോൾ പറയുന്നത്. അരുണ്യ. ശരി ബെൻസൺ.